ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയാണ്. അതിലെ 3rd ചാപ്റ്റർ കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് അല്ലേ, ഭൗതിക മാറ്റം എന്താണ്, അതുപോലെ എന്താണ് കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റം എന്താണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസും പഠിച്ചു. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് വിവിധ ഇനം കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലേ. അതിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, താപരാസപ്രവർത്തനം നമ്മൾ എന്താണെന്ന് നോക്കി. എന്തായിരുന്നു തെർമോ കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ഹീറ്റ് ആർ നോൺ ആസ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. താപം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ താപം പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ് and those which absorb heat are called endothermic reactions. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ രാസപ്രവർത്തനങ്ങളെന്നും താപം പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക രാസപ്രവർത്തനങ്ങളെന്നും പറയുന്നു. ഈ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷനും എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷനും നമ്മൾ എക്സാമ്പിൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത കെമിക്കൽ റിയാക്ഷനായ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. എന്താണ്? പ്രകാശ രാസപ്രവർത്തനങ്ങൾ. മനസ്സിലായോ? കെമിക്കൽ റിയാക്ഷനിൽ രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷനാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? ആ പേരിൽ തന്നെയുണ്ട്, ഫോട്ടോ അല്ലേ, ലൈറ്റ്. ലൈറ്റുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനമാണ്. തെർമോ കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് ആയിരുന്നു, ഇവിടെ ലൈറ്റാണ്. ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഒരു എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം അല്ലേ. എന്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം? സസ്യങ്ങൾ ജലവും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ഇലകളിൽ വച്ച് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും അതിനൊപ്പം എന്താണ്? സൺലൈറ്റും. അപ്പോൾ സൺലൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഫോട്ടോസിന്തസിസ് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ലൈറ്റ് ഗീവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഗ്ലൂക്കോസായി മാറുന്നു, അതിനൊപ്പം ഓക്സിജൻ പുറത്തു വിടുന്നു അല്ലേ. അപ്പോൾ വാട്ടർ 6H2O പ്ലസ് 6CO2 പ്ലസ് ലൈറ്റ് ഗീവ്സ് C6H12O6 പ്ലസ് 6O2. ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് വേറൊരു എക്സാമ്പിളാണ് ഗ്ലോ ഓഫ് എ ഫയർഫ്ലൈ. മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നത്. നമുക്കറിയാം മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നത് എന്താണ്? ആ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൽ നിന്നാണ് അല്ലേ. കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഫലമായി പ്രകാശം പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. നമുക്ക് വിശദമായി നോക്കാം. ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ a firefly is the result of a chemical reaction that happens in its body. Light energy is emitted as a result of the formation of oxyluciferin through the reaction between luciferin and oxygen in the presence of luciferase, an enzyme present in the firefly's body. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പ്രകാശോർജം പുറത്തുവിടുന്നത്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ, അപ്പോൾ ആ എൻസൈമിൻ്റെ പേര് ലൂസിഫറൈസ്. ആ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. അപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തുള്ള ലൂസിഫറിൻ ഓക്സിജനുമായി ചേരുന്നു. എപ്പോഴാണ്? ആ ശരീരത്തിലെ ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുന്നു. അങ്ങനെ പ്രകാശോർജം പുറത്തു വരുന്നു. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോലൂമിനിസെൻസ്. അപ്പോൾ വാട്ട് ഈസ് ബയോലൂമിനിസെൻസ്? ലൈറ്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ലൂസിഫറിൻ ത്രൂ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ലൂസിഫറിൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൂസിഫറൈസ്, ആൻ എൻസൈം പ്രസന്റ് ഇൻ ദ ഫയർഫ്ലൈസ് ബോഡി. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോലൂമിനിസെൻസ്. 95% of energy liberated in this process is in the form of light. This is the reason why heat is not felt
വെൻ ഫയർഫ്ലൈ ഗ്ലോസ്. എന്താണ്? ഈ പ്രവർത്തന ഫലമായി ഉത്സർജിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ 95% പ്രകാശോർജമാണ്. അതുകൊണ്ടാണ് മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടാത്തത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടാത്തത് എന്തു പറയാം? 95% of energy liberated in this process is in the form of light. This is the reason why heat is not felt when a firefly glows. ഇനി salt that turns black in sunlight. വെയിലത്ത് കറുത്തു പോകുന്ന ലവണം. Take some silver bromide into dry watch glasses. Wrap one of them with a black paper. Keep both of them in sunlight for some time. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസുകൾ എടുത്ത് രണ്ടിലും അല്പം സിൽവർ ബ്രോമൈഡ് ഇടുക. 2 വാച്ച് ഗ്ലാസ്സിലും സിൽവർ ബ്രോമൈഡ് ഇടുക. ഒരു വാച്ച് ഗ്ലാസ് കറുത്ത കടലാസ് കൊണ്ട് പൊതിയുക. മനസ്സിലായോ? എന്താണ്? ബ്ലാക്ക് പേപ്പർ കൊണ്ട് ഒരു വാച്ച് ഗ്ലാസ് കവർ ചെയ്യണം. രണ്ടും അല്പനേരം സൂര്യപ്രകാശത്തിൽ വെച്ച് നോക്കണം. മനസ്സിലായല്ലോ? വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് കാണാൻ കഴിയുന്നത്? The color of salt in one of the watch glasses has changed into black color. ഒരു വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡ് കറുത്ത നിറമായി മാറുന്നു. In which watch glass does the color of silver bromide change? ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിൻ്റെ നിറമാണ് മാറിയത്? The silver bromide in the watch glass which was not wrapped with black paper was changed. ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിയാത്ത വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡാണ് മാറിയത്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഏത് ഊർജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? ലൈറ്റ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്. അല്ലേ? പ്രകാശോർജമാണ് ഈ രാസമാറ്റത്തിന് കാരണം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശമേറ്റാൽ എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു, വിഘടിച്ച് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. അതുപോലെ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ സ്റ്റോറിങ് സെർട്ടൈൻ മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് ഇൻ ബ്രൗൺ ബോട്ടിൽസ്? എന്തുകൊണ്ടാണ് ചില മെഡിസിൻസും അതുപോലെ രാസവസ്തുക്കളൊക്കെ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നത്? കാരണം എന്താ? ദീസ് മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് മേ ബി ഡീകമ്പോസ്ഡ് ഇൻ സൺലൈറ്റ്. ഈ മരുന്നുകളും അതുപോലെ രാസവസ്തുക്കളും സൂര്യപ്രകാശത്തിൽ വിഘടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും മനസ്സിലായത് പ്രകാശോർജം ആഗിരണം ചെയ്തതിൻ്റെ ഫലമായി സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് സിൽവർ അവക്ഷിപ്തപ്പെട്ടതാണ് ഇതിന് കാരണം. അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? എന്താണ് പ്രകാശരാസപ്രവർത്തനം? കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ആർ നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ പ്രകാശരാസപ്രവർത്തനത്തിൽ ഒന്നുകിൽ പ്രകാശോർജം ആഗിരണം ചെയ്യും, അല്ലെങ്കിൽ പ്രകാശം ലിബറേറ്റ് ചെയ്യും, പുറത്തേക്ക് വിടും. ഇത് രണ്ടും ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ വരുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ രാസപ്രവർത്തനമായ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. എന്താണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ? ഇതും പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ അതെന്താണെന്ന് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ ഒരു ബീക്കറിൻ്റെ 1/4 ഭാഗത്തോളം ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. മനസ്സിലായോ? ഫിൽ 3/4 ഓഫ് എ ബീക്കർ വിത്ത് ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഡിപ്പ് 2 കാർബൺ റോഡ്സ് ഇൻ ടു ഇറ്റ്. ഇതിലേക്ക് 2 കാർബൺ ദണ്ടുകൾ മുക്കി വയ്ക്കുക. കണക്ട് 1 കാർബൺ റോഡ് ഇൻ ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ആൻഡ് ദ അതർ കാർബൺ റോഡ് ഇൻ ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി. ഒരു കാർബൺ റോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജിനോടും മറ്റേ കാർബൺ റോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജുമായി കണക്ട് ചെയ്യുക. സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഈ ഓഫാക്കിയിട്ടുള്ള പൊസിഷനിൽ എത്ര നേരം കഴിഞ്ഞാലും ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് കളർ ചേഞ്ച് ഉണ്ടാകുന്നില്ല. എന്നാൽ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ, മനസ്സിലായോ, വൈദ്യുതി ഇതിലൂടെ കടന്നു പോവുകയും ആ സൊല്യൂഷൻ്റെ നിറം മങ്ങുകയും ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ നിറം മങ്ങുന്നു, ഫെയ്ഡാകുന്നു. പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത കാർബൺ റോഡിന് ചുറ്റും ബബിൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഓക്സിജനാണ്. എന്നാൽ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത കാർബൺ റോഡ്
ബ്രൗൺ നിറമാകുന്നു. കാരണം എന്താ? കോപ്പർ പറ്റിപ്പിടിച്ചതാണ് ഇതിന് കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത കാർബൺ റോഡിന് ചുറ്റും എന്താണ് സംഭവിച്ചത്? ബബിൾസ് ഉണ്ടാകും. എന്നാൽ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത കാർബൺ റോഡിൽ കോപ്പർ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. അപ്പോൾ ഇതിൽ നിന്നും എന്താ മനസ്സിലായത്? ദ ചേഞ്ച് ഇൻ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ദ ഡെപ്പോസിഷൻ ഓഫ് കോപ്പർ അറ്റ് ദ ഇലക്ട്രോഡ് പ്രൂവ്സ് ദാറ്റ് എ കെമിക്കൽ ചേഞ്ച് ഹാസ് ഒക്കേർഡ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായ നിറം മാറ്റവും അതുപോലെ കാർബൺ റോഡിൽ കോപ്പർ നിക്ഷേപിക്കപ്പെട്ടതും ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഡസ് ഇറ്റ് ഹാപ്പൻ ഇഫ് എ കാർബൺ റോഡ് ഈസ് സിംപ്ലി കെപ്റ്റ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കാർബൺ ദണ്ടുകൾ വെറുതെ വച്ചിരുന്നാൽ ഇങ്ങനെ സംഭവിക്കുമോ? നോ. വിച്ച് ഫോം ഓഫ് എനർജി വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? വാസ് ദ എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ്? ഏത് ഊർജമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? ഇലക്ട്രിക്കൽ എനർജി അല്ലേ, വൈദ്യുതോർജം. ഇനി വാസ് ദ എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ്? ഈ ഊർജം ആഗിരണം ചെയ്യുകയാണോ പുറത്തുവിടുകയാണോ ചെയ്തത്? അബ്സോർബ്ഡ്, ആഗിരണം ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇൻ ദിസ് റിയാക്ഷൻ കോപ്പർ സൾഫേറ്റ് ഡീകമ്പോസ്ഡ് വിത്ത് ദ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. The process in which a substance undergoes decomposition by the absorption of electrical energy is known as electrolysis. എന്താണ്? ഈ രാസപ്രവർത്തനത്തിൽ വൈദ്യുതോർജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് വിഘടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ്? ഒരു രാസപ്രവർത്തനത്തിൽ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്ത് ഡീകമ്പോസിഷന് വിധേയമാകുകയാണെങ്കിൽ അതിനെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നു, വൈദ്യുത വിശ്ലേഷണം. ഇനി എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോലൈറ്റുകൾ? ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദം. ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഈ മാറ്റത്തിന് വിധേയമാകുന്ന, രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. നമ്മൾ ആ ബീക്കറിലെടുത്ത ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്താണ്? ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറയാം. അതുപോലെ ആസിഡ്സ്, ആൽക്കലീസ് ആൻഡ് സോൾട്ട്സ് ഇൻ ദെയർ മോൾട്ടൺ ഫോം ആസ് വെൽ ആസ് ഇൻ അക്യൂസ് സൊല്യൂഷൻ ആർ ഇലക്ട്രോലൈറ്റ്സ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി ദ റോഡ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ പോൾസ് ഓഫ് എ ബാറ്ററി ആൻഡ് വിച്ച് ട്രാൻസ്ഫർ ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ് ആർ നോൺ ആസ് ഇലക്ട്രോഡ്സ്. എന്താണ് ഇലക്ട്രോഡ്സ്? ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. ഇലക്ട്രോഡുകൾ എന്ന് വെച്ചാൽ ഇവിടെ 2 കാർബൺ ദണ്ട് ഉപയോഗിച്ചില്ലേ, ആ കാർബൺ ദണ്ട് ഇലക്ട്രോഡുകളാണ്. മനസ്സിലായോ? അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്ന വസ്തുക്കളെ എന്തു പറയുന്നു? ഇലക്ട്രോലൈറ്റ് എന്നും. ഇനി ദ റോഡ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ പോൾസ് ഓഫ് ബാറ്ററി ആൻഡ് വിച്ച് ട്രാൻസ്ഫർ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആ ബാറ്ററിയുമായി ഘടിപ്പിച്ച ഭാഗത്തെ ഇലക്ട്രോഡുകൾ എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച എക്സ്പെരിമെൻറ്റിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റും ആ കാർബൺ റോഡ്സ് ഇലക്ട്രോഡുകളുമാണ്. മനസ്സിലായല്ലോ? ഇനി വേറൊരു എക്സ്പെരിമെൻ്റ് നോക്കൂ. എന്താണ്? ഒരു ബീക്കറിൽ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് എടുത്തിരിക്കുന്നു. അതിൽ 2 റോഡുകൾ, ഏതാണ്? കോപ്പറും സിങ്കും താഴ്ത്തി വച്ചിരിക്കുന്നു അല്ലേ? എന്നിട്ടത് ഒരു ബാറ്ററി വഴി LED ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ LED ബൾബ് പ്രകാശിക്കുന്നതായി കാണാം. എന്തുകൊണ്ടാണ് പ്രകാശിച്ചത്? അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ, വൈദ്യുതി ഉണ്ടായി. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടായത്? അവിടെ സൾഫ്യൂറിക് ആസിഡാണ് എടുത്തിരിക്കുന്ന ലായനി. അപ്പോൾ ഈ സൾഫ്യൂറിക് ആസിഡും അതിൽ താഴ്ത്തി വച്ചിരിക്കുന്ന മെറ്റൽസും തമ്മിലുള്ള റിയാക്ഷൻ്റെ ഫലമായാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനത്തെ എങ്ങനെ പറയാം? വൈദ്യുത രാസ സെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയാം. എന്താണ്? കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം അറേഞ്ച്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം.
ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ആ സബ്സ്റ്റൻസ് ഡീകമ്പോസിഷൻ വിധേയമാകുന്ന പ്രോസസ്സ് ഇലക്ട്രോളിസിസ്. എന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി അവിടെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സിനെ പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഇനി എ ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺസ്, ചെറുനാരങ്ങ കൊണ്ട് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്? കുറച്ച് നാരങ്ങ എടുക്കുക, ഓരോ നാരങ്ങയിലും ഓരോ ചെമ്പു കമ്പിയും സിങ്ക് തകിടും, മനസ്സിലായോ? കോപ്പർ റോഡും സിങ്ക് സ്ട്രിപ്പും കുത്തി നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു നാരങ്ങയിലെ ചെമ്പു കമ്പി അടുത്തതിൻ്റെ സിങ്ക് തകിടുമായി യോജിപ്പിക്കണം. ഒന്നിലെ കോപ്പർ റോഡ് അടുത്തതിലെ സിങ്ക് സ്ട്രിപ്പുമായി യോജിപ്പിക്കണം. അങ്ങനെ എല്ലാ നാരങ്ങയും അതുപോലെ ചെയ്യുക. അവസാനം ഈ ഫസ്റ്റ് ലെമണിലെ കോപ്പർ റോഡ് ലാസ്റ്റ് ലെമണിലെ സിങ്ക് സ്ട്രിപ്പുമായി ഒരു കണ്ടക്റ്റിംഗ് വയർ ഉപയോഗിച്ച്, ചാലക കമ്പി ഉപയോഗിച്ച് LED-യുമായിട്ട് കണക്ട് ചെയ്യുക. ദ LED ഗ്ലോസ്, LED പ്രകാശിക്കുന്നു. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? വൈദ്യുതി ഉണ്ടായി. എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടായത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബീക്കറിലെടുത്ത സൾഫ്യൂറിക് ആസിഡും അതിൽ മുക്കിവെച്ച ലോഹവുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? LED ബൾബ് പ്രകാശിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ ഇവിടെയും ലെമണിൽ എന്താണ്? സിട്രിക് ആസിഡാണ്. ലെമണിൽ അടങ്ങിയിരിക്കുന്നത് ആസിഡാണ് അല്ലേ? ആ ആസിഡ് എന്ത് ചെയ്യുന്നു? ആ നാരങ്ങയിൽ കുത്തിവച്ചിരിക്കുന്ന മെറ്റൽസ്, ലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരുന്ന LED ബൾബ് പ്രകാശിച്ചു. ഇവിടെ ലെമണിൽ ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ് അല്ലേ? വ്യത്യസ്ത ലോഹങ്ങളാണ് കുത്തിവെച്ചത്. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ടെർമിനലായും ഒന്ന് പോസിറ്റീവ് ടെർമിനലായും പ്രവർത്തിച്ച് അത് ബാറ്ററി പോലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സൾഫ്യൂറിക് ആസിഡ് ഇലക്ട്രോലൈറ്റാണ് അല്ലേ? ഇലക്ട്രോലൈറ്റായിട്ടും വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്ത ഈ അറേഞ്ച്മെൻറ്റ്സിനെ എന്ത് പറയാം? ഇലക്ട്രോ കെമിക്കൽ സെല്ലെന്ന് പറയാം. അപ്പോൾ ഈ ലെമൺ കൂടാതെ വെറൈറ്റി ഫ്രൂട്ട്സും ഡിഫറെൻറ്റ് മെറ്റൽസും ഉപയോഗിച്ച് നമുക്കിത് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്? വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും എല്ലാം പഠിച്ചത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ആർ നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ? ഇനി നമുക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം എന്താണെന്ന് നോക്കാം. യു ആർ ഫെമിലിയർ വിത്ത് ദ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. കടകളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം പൂശിയ ആഭരണങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലേ? ഇവിടെ ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എ തിൻ കോട്ടിംഗ് ഓഫ് എ പർട്ടിക്കുലർ മെറ്റൽ ഓൺ ദ അതർ മെറ്റാലിക് ഓബ്ജക്ട്സ്. എന്താണ് പറയുന്നത്? ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നു. ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്, ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. നോക്കൂ, ഒബ്സർവ് ദ ഫിഗർ വിച്ച് ഷോസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ ആൻ അയൺ റിംഗ്. ഒരു ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന ക്രമീകരണത്തിൻ്റെ ചിത്രമാണ്. ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്നു. ദ സിൽവർ റോഡ് ആൻഡ് ദ അയൺ റിംഗ് ആർ കണക്റ്റഡ് ടു ദ ബാറ്ററി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ആ ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ സിൽവർ റോഡും അയൺ റിങ്ങും ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ആ ബീക്കറിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? എ മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ഒരു മിശ്രിതമാണ് എടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയുമായി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വസ്തുവിലാണോ പൂശാൻ ഉദ്ദേശിക്കുന്നത് അത് നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. ഏതു വസ്തുവാണോ പൂശുന്നത് അത് പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. അത് മറക്കരുത്. നമുക്ക് ഏത് വസ്തുവാണോ പൂശേണ്ടത് അത് പോസിറ്റീവ് ടെർമിനൽ, ഏതിലാണോ പൂശേണ്ടത് അത് നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇവിടെ വള നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെന്താണ്? സിൽവർ റോഡ് പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. വെൻ സ്വിച്ച് ഓൺ ദ അയൺ റിംഗ് ഗെറ്റ്സ് കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് സിൽവർ മെറ്റൽ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ അയൺ റിംഗ്, ഇരുമ്പ് വളയിൽ സിൽവർ മെറ്റലിൻ്റെ, സിൽവർ ലോഹത്തിൻ്റെ ഒരു നേർത്ത ആവരണം കവർ ചെയ്യുന്നു. ഇഫ് കോപ്പർ ഈസ് ടു ബി കോട്ടഡ്, ഇനി സിൽവർ മാറ്റി കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ
നമ്മൾ ഏതാണോ പൂശേണ്ടത് അതിൻ്റേതായ ലവണമാണ് എടുക്കേണ്ടത്. ഇഫ് കോപ്പർ ഈസ് ടു ബി കോട്ടഡ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് എ കോപ്പർ റോഡ് ഇൻസ്റ്റെഡ് ഓഫ് സിൽവർ റോഡ് ഷുഡ് ബി യൂസ്ഡ്. അതുപോലെ നമ്മൾ സിൽവർ മുക്കാൻ സിൽവറിൻ്റേതായ ലവണവും സിൽവർ റോഡും എടുത്തു. കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ കോപ്പർ റോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായിരിക്കണം. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫോംസ് ഓഫ് എനർജി ലൈക്ക് ഹീറ്റ്, ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആർ എക്സ്ചേഞ്ച് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ രാസപ്രവർത്തനങ്ങളിൽ താപം, പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ രൂപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ? There are chemical reactions which involve the absorption or liberation of energy. ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളും ഉണ്ട്. Those which absorb energy are known as endoergic reactions and those which liberate energy are known as exergic reactions. എന്താണ്? ഊർജം ആഗിരണം ചെയ്യുന്നവയെ ഊർജാഗിരണ പ്രവർത്തനങ്ങൾ എൻഡോഎർജിക് റിയാക്ഷൻസ്, അതുപോലെ ഊർജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ ഊർജമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോഎർജിക് റിയാക്ഷൻ. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും കെമിക്കൽ ചേഞ്ചും മേജർ എനർജി ചേഞ്ചും എഴുതാനാണ്. മനസ്സിലായോ? ലിസ്റ്റ് ദ എനർജി ഇൻവോൾവ്ഡ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻസ് ഡിസ്കസ്ഡ് എബോവ് ആൻഡ് റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നമ്മൾ ഇതുവരെ പഠിച്ച കെമിക്കൽ ചേഞ്ചും അതിൻ്റെ മേജർ എനർജി ചേഞ്ച്, പ്രധാന ഊർജ്ജമാറ്റവും എഴുതാം. റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം അതേതാണ്? ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. താപോർജം പുറത്തുവിടുന്നു. ഇനി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള നിർവ്വരീകരണ പ്രവർത്തനം അത് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. ഇതും താപോർജം പുറത്തുവിടുന്നു. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു. ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഹീറ്റ് എനർജി താപോർജം ആഗിരണം ചെയ്യുന്നു. ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡിൻ്റെ ഡീകമ്പോസിഷൻ വിഘടനം. ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. പ്രകാശോർജം ആഗിരണം ചെയ്യുന്നു. അടുത്തെന്താണ്? ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ്. വൈദ്യുതോർജം ആഗിരണം ചെയ്യുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗ് വൈദ്യുത ലേപനം. അതും എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ്. വൈദ്യുതോർജം ആഗിരണം ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. അതുപോലെ ഫോട്ടോസിന്തസിസ്. ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് അല്ലേ? പ്രകാശ സംശ്ലേഷണം. പ്രകാശോർജം ആഗിരണം ചെയ്യുന്നു. വേറെന്ത് പറയാം? സിങ്ക് ആൻഡ് കോപ്പർ റോഡ്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് അല്ലേ? ഇലക്ട്രിക്കൽ എനർജി ഈസ് ലിബറേറ്റഡ്. നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡിൽ സിങ്കും കോപ്പർ ദണ്ടും മുക്കി വെച്ചപ്പോഴുള്ള പ്രവർത്തനം എന്താണ്? വൈദ്യുതോർജം പുറത്തുവിടുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയത് ഊർജ്ജമാറ്റമാണ്. ഇനി നൈം ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിൻ്റെ പേരെഴുതാനാണ്. ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ താപരാസപ്രവർത്തനം. താപരാസപ്രവർത്തനത്തിൽ താപമോചക രാസപ്രവർത്തനമാണ് അല്ലേ? റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതും എക്സോതെർമിക് റിയാക്ഷൻ താപമോചക രാസപ്രവർത്തനം. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എൻഡോതെർമിക് റിയാക്ഷൻ താപാഗിരണ രാസപ്രവർത്തനം. ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ പ്രകാശ രാസപ്രവർത്തനം. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വൈദ്യുത രാസപ്രവർത്തനം. റിയാക്ഷൻ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് വിത്ത് ആസിഡ്സ് അതും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്, വൈദ്യുത രാസപ്രവർത്തനം. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, വിവിധ തരം സെൽസ് ആർ വൈഡ്ലി യൂസ്ഡ് സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദം ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈദ്യുതി ഉണ്ടാകുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡ്രൈ സെൽ, ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ആ ഓരോ സെല്ലും ഉപയോഗിക്കുന്ന ഉപകരണം. ഡ്രൈ സെൽ റേഡിയോസ്, ക്യാമറാസ്, ക്ലോക്സ്, ടോയ്സ് അല്ലേ? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. മെർക്കുറി സെൽ ഏതൊക്കെയാണ്? മെർക്കുറി സെൽ വാച്ചസ്,
കാൽക്കുലേറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ്. നിക്കൽ കാഡ്മിയം സെൽ, റീചാർജബിൾ ടോർച്ചസ്, ക്യാമറ, ലിഥിയം അയോൺ സെൽ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്. ഇനി നോക്കൂ, വാട്ട് ഡു വി ഡു വിത്ത് ദീസ് ടൈപ്സ് ഓഫ് സെൽസ് ആഫ്റ്റർ ദെയർ യൂസ്? ഈ സെല്ലുകളൊക്കെ ഉപയോഗത്തിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദീസ് സെൽസ് ആർ ത്രോൺ എവേ. ഉപയോഗിച്ച് കഴിഞ്ഞ് മിക്ക സെല്ലുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? വലിച്ചെറിയുന്നു. വിച്ച് എമംഗ് ദീസ് സെൽസ് ക്യാൻ ബി റീചാർജ്ഡ് ഓർ റീയൂസ്ഡ്? ഇതിലേതൊക്കെയാണ് നമുക്ക് റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നത്? നിക്കൽ കാഡ്മിയം സെൽ, അതുപോലെ ലിഥിയം. ഡു ദേ കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ? ഇവ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നില്ലേ? ഒരു കുറിപ്പ് എഴുതാനാണ്. നമുക്കെന്ത് പറയാം? ദ മെർക്കുറി ഓഫ് മെർക്കുറി സെൽ ആൻഡ് സിങ്ക് ഓഫ് ഡ്രൈ സെൽ ക്യാൻ കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ആസ് ദ സെൽസ് ആർ റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ ലോങ് ടൈം ദേ ബിക്കം ഡാമേജ്ഡ് ആഫ്റ്റർ ലോങ് ടൈം. ഈ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന സെല്ലുകൾ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ കഴിയും. സോ ദേ ഡു നോട്ട് മേക്ക് മച്ച് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, വൈദ്യുത ചാർജുള്ള കണികകൾ എന്താണെന്ന് നോക്കാം. അക്വസ് സൊല്യൂഷൻസ് ഓഫ് സോൾട്ട്സ്, ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് കണ്ടെയ്ൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദിസ് ഈസ് വൈ they are set free at the negative and positive electrodes respectively during electrochemical reactions. ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനികളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത രാസപ്രവർത്തനത്തിൽ അവ യഥാക്രമം നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ആസിഡ്, ആൽക്കലി, അതുപോലെ ലവണങ്ങൾ, ഇവയിലെല്ലാം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ളതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നു. സി ദ കെമിക്കൽ ഫോർമുല ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ഇൻ ദ ലിസ്റ്റ് ഗിവൺ ഇൻ ദ ടേബിൾ. സച്ച് പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് അയോൺസ്. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ അയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലിസ്റ്റ് നോക്കൂ. പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ. സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ, ഇതെല്ലാം പോസിറ്റീവ് അയോണുകളാണ്. നെഗറ്റീവ് അയോണോ? ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഓക്സൈഡ്, ബൈകാർബണേറ്റ്, ഇവയെല്ലാം നെഗറ്റീവ് അയോണുകളാണ്. മനസ്സിലായോ? ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ അയോൺസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ചാർജസ് പൊസസ്ഡ് ബൈ ദ അയോൺസ്. അയോണുകളുടെയും ചാർജുകളുടെയും അടിസ്ഥാനത്തിൽ അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം കണ്ടുപിടിക്കാം. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ചേഞ്ചസ്, പ്രകൃതി സൗഹൃദ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രകൃതിയിൽ സ്വാഭാവികവും മനുഷ്യനിർമ്മിതവുമായ ധാരാളം രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇവയെല്ലാം പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നവയാകണമെന്നില്ല. പ്രത്യേകിച്ചും മനുഷ്യൻ ഫാക്ടറികളിലും മറ്റും നടത്തിവരുന്ന രാസപ്രവർത്തനങ്ങൾ പ്രകൃതി മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുമെങ്കിലും ഒരു പരിധി കടന്നാൽ ജൈവ അവശിഷ്ടങ്ങൾ പോലും പ്രകൃതിയുടെ താളത്തിന് കോട്ടം വരുത്തുന്നതായി മാറും. അപ്പോൾ ഫാക്ടറിയിൽ നിന്നെല്ലാം പുറത്തുവിടുന്ന രാസപദാർത്ഥങ്ങളുടെ പ്രശ്നം അതിലും രൂക്ഷമാകുമല്ലോ. അതുകൊണ്ട് പ്രകൃതിക്ക് വിഘടിപ്പിക്കാൻ പറ്റാത്ത ഇത്തരം വസ്തുക്കൾ കുമിഞ്ഞുകൂടുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറാം. വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മനസ്സിലായോ? അതിനാൽ പ്രകൃതിക്ക് വിഘടിപ്പിക്കാൻ പറ്റാത്ത വസ്തുക്കളെയും പ്രകൃതിയെ മലിനമാക്കുന്ന രാസവസ്തുക്കളെയും പരമാവധി പ്രകൃതി സൗഹൃദ വസ്തുക്കളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്, എന്താണ് കെമിക്കൽ ചേഞ്ചസ്. ആ കെമിക്കൽ റിയാക്ഷൻസിൽ 3 തരം കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. എന്തൊക്കെയാണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, അതുപോലെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അതിൽ വരുന്ന കാര്യങ്ങൾ വിശദമായി പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.